Hello everyone, welcome to Jupod SSLC. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പോഡിന്റെ 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 30 ദിവസം എടുത്തോളൂ അല്ലേ. ഈ ഓണം എക്സാമിന് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസിൽ നിന്നും ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ഓണം എക്സാമിന് സോഷ്യൽ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ എടുത്ത് തീർന്നിട്ടുണ്ട്. രണ്ടാമത്, ഓണം എക്സാമിന്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഏതാണ്? ജോഗ്രഫി ആണോ ഹിസ്റ്ററി ആണോ ഈസി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോഷ്യൽ സയൻസിൽ ഓണം എക്സാമിന് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും, SSLC പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, മോട്ടിവേഷൻ, സ്റ്റഡി പോക്കൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, nafi.jupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്ന് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് അസേഷൻ ആൻഡ് റീസണിങ്, അതായത് പ്രസ്താവനയും അതിന്റെ കാരണവും കണ്ടെത്താനുള്ള ചോദ്യം. ഒരു എക്സാമ്പിൾ കണ്ടോ, അതായത് അസേഷൻ അഥവാ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താ, ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് നോൺ ആസ് ഡോൾഡ്രംസ്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്നു. റീസൺ അഥവാ കാരണം എന്താണ്, ദിസ് സോൺ ഹാസ് വെർട്ടിക്കൽ എയർ കൺസ് ആൻഡ് ഓൾമോസ്റ്റ് വിൻലെസ്, ഈ മേഖലയിൽ ലംബമായ വായുപ്രവാഹങ്ങളുണ്ട്, മിക്കവാറും കാറ്റില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാ വരിക, എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, എയും ആറും ശരിയാണ്, ആർ ആണ് എയുടെ ശരിയായ വിശദീകരണം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, എയും ആറും ശരിയാണ് പക്ഷേ ആർ ശരിയായ വിശദീകരണമല്ല. എ ശരിയാണ്, ആർ തെറ്റാണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. എ തെറ്റാണ് പക്ഷേ ആർ ശരിയാണ്. ഇതിൽ എന്താണ് നിങ്ങളെ ആൻസർ? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. അപ്പോൾ ഇത് ശരിക്കും ഇത് ആൻസർ എന്താ വരിക, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഡോൾഡ്രം എന്ന് വിളിക്കുന്നുണ്ട്, അത് ശരിയാണല്ലേ. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ നിർവാത മേഖല എന്ന് വിളിക്കുന്നുണ്ട്, അത് ശരിയാണ്. അതിനുള്ള കാരണം എന്താ, വെർട്ടിക്കൽ എയർ കൺസ് ആൻഡ് ഓൾമോസ്റ്റ് വിൻലെസ്, ഇവിടെ എന്തുണ്ട്, ലംബമായ വായുപ്രവാഹങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്തില്ല, കാറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ്, എയും ശരിയാണ്, ആറും ശരിയാണ്, ആറാണ് എന്തിൻ്റെ എക്സ്പ്ലനേഷൻ, എയുടെ എക്സ്പ്ലനേഷൻ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തിന് കാണാൻ പറ്റും, ഓണം എക്സാമിന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ള. നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓണം എക്സാമിന് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ, the subtropical higher pressure belts are formed around 30 degrees north and 30 degrees south. Reason, the warm air rising from the equator move polewards and descends in the regions after cooling. എന്നാൽ പ്രസ്താവന, 30 ഡിഗ്രി വടക്ക് മുതൽ 30 ഡിഗ്രി തെക്ക് വരെയുള്ള അക്ഷാംശങ്ങളിലാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല രൂപം കൊള്ളുന്നത്. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് ഉയരുന്ന ചൂടുള്ള വായു തണുത്തതിന് ശേഷം ഈ പ്രദേശങ്ങളിൽ ധ്രുവങ്ങളിലേക്ക് നീങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഇതിന് ആൻസർ എന്താ നിങ്ങൾക്ക് അറിയാം. ഇതിന് ആൻസർ എന്താണ്, എയും ആറും ശരിയാണ്, ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തിന് പ്രതീക്ഷിക്കാം, ഓണം എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ കണ്ടോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ റിഗാർഡിംഗ് ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ച് ഇനിയുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി. ശരിയായ പ്രസ്താവന ഏതാണ് നോക്കിക്കോ, ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ റൈസിംഗ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് വാം എയർ, അല്ലെ. എന്താണ് പിന്നെ ചൂടുള്ള വായുവിന്റെ ഉയർച്ച വികാസം മൂലമാണ് ഇത് രൂപപ്പെടുന്നത്. അതെന്താണ്, ശരിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡോൾഡ്രം ബിക്കോസ് ഓഫ് സ്ട്രോങ് വിൻഡ്, ശക്തമായ കാറ്റ് കാരണം ഈ മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്നു. അത് തെറ്റാട്ടോ, അത് ശരിയല്ല. അടുത്തത് എന്താ, ദ സോൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വെർട്ടിക്കൽ എയർ കൺസ്, ഇവിടെ എന്തുണ്ട്, ലംബമായ വായുപ്രവാഹങ്ങൾ ഈ മേഖല സവിശേഷതയാണ്, അതും ശരിയാണ്. ഇറ്റ് ഈസ് എ വിൻലെസ് സോൺ, എന്താണ്, ഒരു കാറ്റില്ലാത്ത മേഖലയാണ്. എന്ന് വെച്ചാൽ ഓപ്ഷൻ 1, 3, 4 ശരിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരിക, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അതായത് ഇത്രയും കാലം നിങ്ങൾ എഴുതിയിരുന്ന വൺ വേർഡിൽ എന്താണ്, ഒരു ഓപ്ഷൻ മാത്രമേ ശരി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന വൺ വേർഡിൽ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കില്ല, 2ഉം 3ഉം ഓപ്ഷൻസ് എന്തായിരിക്കും, ശരിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ച് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇതേപോലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ, അതായത് ഇവിടെ 4 ഓപ്ഷൻസ് തന്നു, അതിൽ 3 ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, തലയൊന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇതിന് ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഓണം എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതുക, ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്തേ, ഇതിന് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ മാത്സ് ദ ഫോളോയിങ് ആണ്. സാധാരണ നിങ്ങൾ ഇത്രയും ക്ലാസ്സിൽ ചെയ്ത മാത്സ് ദ ഫോളോയിങ് എന്താണ്, 2 കോളങ്ങൾ മാത്രമുള്ള മാത്സ് ദ ഫോളോയിങ് ആണ്. ഇനി അങ്ങനെയല്ല, 3 കോളങ്ങളുള്ള മാത്സ് ദ ഫോളോയിങ് ഉണ്ട്. അതായത് തോമസ് മൂർ, ഇറാസ്മസ്, മിഗൽ ഡി സെർവാന്തെ എന്നുള്ളത് ഫസ്റ്റ് കോളത്തിലും, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഡോൺ കിഹോട്ട്, ഉട്ടോപ്പിയ 2ാമത്തെ കോളത്തിലും, അവിടെ രാജ്യങ്ങൾ 3ാമത്തെ കോളത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് 3ഉം കറക്റ്റാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അതായത് ഇതിൽ എയിലും ബിയിലും ഓരോന്ന് മാത്രം ശരിയാക്കി സി തെറ്റിപ്പോയാൽ നിങ്ങളുടെ മാർക്ക്
മാർക്ക് പോകും. എയും ബിയും കറക്റ്റാണ്, സി തെറ്റിപ്പോയാൽ നിങ്ങൾ മാർക്ക് പോകും. അപ്പോൾ ഈ 3 കോളത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റാക്കി എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കട്ടെ ഒന്ന് ഇത്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മറ്റൊന്ന് ഹിസ്റ്ററി എന്നാണ് ചോദിക്കുക. ഹിസ്റ്ററിന്ന് ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമം. അതായത് ഇവിടെ 4 കണ്ടോ, ഫ്രാൻസിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റഡ് ഇൻ ഫ്രാൻസ്. നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു, നാഷണൽ കൺവെൻഷൻ എമർജ്ഡ് അല്ലേ. ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, പാരീസിലെ ബാസിൽ കോട്ട തകർക്കപ്പെട്ടു, അതായത് ഫോർട്ട് ഓഫ് ബാസിൽ അല്ലെങ്കിൽ ബാസിലെ പ്രിസൺ ഡിമോളിഷ്ഡ് അല്ലേ. ഇങ്ങനെ 4 സംഭവങ്ങളുണ്ട്. ഈ 4 സംഭവങ്ങളെയും ഇയർ അനുസരിച്ച് ഓർഡർ ആക്കി വെക്കാനാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഒരുപാട് സംഭവങ്ങളുടെ ഇയറുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആ ഇയറുകളൊക്കെ ഓർത്ത് വെക്കണം. കാരണം ഇയർ അനുസരിച്ച് ചിലപ്പോൾ ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ഇയർ തന്നിട്ട് ആ ഇയർ ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇയറുകൾ ഓർത്ത് വെച്ചിട്ട് ആ ഇയറുകളുടെ അടിസ്ഥാനം നിങ്ങളിങ്ങനെ ഓർഡർ ആക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരും. പിന്നെ എക്സാമിന് ചോദിക്കുക മാപ്പ് ക്വസ്റ്റ്യനാണ്. മാപ്പ് ക്വസ്റ്റ്യന് എങ്ങനെയാണുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ഡിസ്കസ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് ജോഗ്രഫിയിലെ 2ാമത്തെ പാഠമുണ്ട് അല്ലേ, ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റങ്ങളും 2ാമത്തെ പാഠമുണ്ട്. ആ 2ാമത്തെ പാഠത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് എന്ത് ചോദിക്കുക, മാപ്പ് ചോദിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താടാ, എജ്യൂപോണിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാന്നുള്ള. നിങ്ങൾ എജ്യൂപോണിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ ഉണ്ടാവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.